Good morning, all. Good morning, Miss. 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 അടിപൊളി എക്സാം. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് റിസൾട്ട് വന്നില്ലേ? റിസൾട്ട് വന്നില്ല. വന്നിട്ടില്ല. ഓക്കെ. നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയില്ലേ എക്സാം? നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാം അല്ലെ? പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അല്ലെ? മോക്ക് ടെസ്റ്റുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അതെ മിസ്. അപ്പൊ മിസ്മാര് മോക്ക് ടെസ്റ്റ് ഇടുന്നതും ഒക്കെ എന്താണ്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത് കേട്ടോ മോക്ക് ടെസ്റ്റിന്. അപ്പൊ ഇനി എല്ലാ എക്സാമിനും പബ്ലിക് എക്സാം വരുമ്പോഴും തേർഡും ഫോർത്ത് എക്സാം വരുമ്പോഴും മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. പിന്നെ ഞാൻ റിയാദിലാണ് ഉള്ളത്. എനിക്ക് ഈ ടെസ്റ്റ് ഒന്നും മോക്ക് ടെസ്റ്റ് കിട്ടണില്ല. എനിക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് കിട്ടാണ്ട്. ഒന്നും കിട്ടണില്ല. ഞാൻ കഴിഞ്ഞ മാസം ഈ വരുന്ന തിരക്ക് കാരണം ക്ലാസ്സിൽ എനിക്ക് കേറാൻ പറ്റിയിരുന്നില്ല. അത് കാരണം റെക്കോർഡഡ് ക്ലാസ്സുകൾ കേട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു. അവര് ഇനി വരുമ്പോ പറയാന്നാ പറഞ്ഞത്. പക്ഷെ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ടെസ്റ്റുകൾ എഴുതാ പറഞ്ഞ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വിളിച്ചിട്ട് ഞാനിവിടെ ഇൻഫോം ചെയ്തേക്കാം. അപ്പൊ ഒന്നുകൂടി ഓഫീസിൽ വിളിച്ചിട്ട് PDF അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടുന്നില്ല എന്നൊന്ന് പറഞ്ഞേട്ടോ. ഞാൻ ഇവിടെ ഓഫീസിൽ വിവരം അറിയിച്ചേക്കാം കേട്ടോ. ആയിക്കോട്ടെ. എന്തിനാണ് സെലീന എന്നാണോ? അതെ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, ഇവിടെ ഇൻഫോം ചെയ്തേക്കാം. ആയിക്കോട്ടെ. ഞാൻ ഈ വർക്ക് എന്താണ് ഭീഷ്മ? നമുക്ക് ഇന്റേണൽ മാർക്കൊക്കെ എങ്ങനെയായിരുന്നു? ഇന്റേണൽ മാർക്ക് ഇപ്പൊ ഓഫീസിൽ നിന്ന് വിവരം അറിയിക്കും കേട്ടോ. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക്, സ്കോർ, അങ്ങനെ എല്ലാം പറയാം നെക്സ്റ്റ് കേട്ടോ. പബ്ലിക് എക്സാമിന് മുമ്പ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻ സെക്കൻഡ് മൊഡ്യൂള് നമുക്ക് ഈസി ആയിരുന്നു അല്ലെ? നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് തേർഡും ഫോർത്തിലേക്കും വരുമ്പോൾ അതിന് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള, കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എന്തോ ഭയങ്കര ടഫ് ആണല്ലോ, എന്തിനാണ് അങ്ങനെ ഒരു സംശയം വന്നേക്കാട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെയായിരിക്കും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുന്നതൊക്കെ ഇല്ലേ, അംഗീകാരം കിട്ടുന്നത്, ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കിട്ടുന്ന അതിനെ കുറിച്ചൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് മാത്രം പഠിച്ചാൽ പോലെ നമുക്ക് ഏത് സെക്ഷനിലാണ് ജോലി കിട്ടുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില് ഇല്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തെ കുറിച്ചും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമുക്ക് എന്ത് വേണം? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് നമുക്ക് അതെങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ മിസ് ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളും പോലെയല്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്, ഇൻഷുറൻസ് പഠിക്കാനുണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. കണ്ടിരുന്നോ തേർഡും ഫോർത്തും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ്? നോക്കിയിരുന്നോ? നോക്കിയിരുന്നു മിസ്. ഓക്കെ, പഠിപ്പിച്ചതല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുന്നത് തരുന്നത് കേട്ടോ. ഇതിലാ മിസ് തേർഡ് മൊഡ്യൂളില് മിസ് എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ?
ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കോഴ്സ് ഓഫ് ഒരു കെയർ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരെങ്ങനെയാണ് ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലെ. ഡിസ്ചാർജ് നമുക്കറിയാം പല രീതിയിൽ സംഭവിക്കാം അല്ലെ, ആണോ? ചിലപ്പോ എന്താണ്, ഒരു പേഷ്യന്റിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിടും അല്ലെ. പിന്നെ എന്താണ്, വേറൊരു രീതിയിൽ എന്താണ്, പേഷ്യൻസിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കെയർ ആവശ്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കോലോ. അപ്പൊ അങ്ങനെ എന്താണ്, ട്രാൻസ്ഫർ ടു അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അങ്ങനെ ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ചില സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്വന്തം നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് വാങ്ങി പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട് അല്ലെ. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ഫിനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് വീട്ടിലെ അല്ലെ ഫാമിലി ഇഷ്യൂസ് ആയതുകൊണ്ടായിരിക്കാം അല്ലെ, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരില്ല, അങ്ങനെ പല റീസൺ കൊണ്ട് നമ്മൾ എന്താണ് സ്വയം ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് എന്താണ് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മുടെ മെഡിക്കൽ അഡ്വൈസറുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ പേഷ്യന്റ് പറഞ്ഞിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് വേറൊരു ഡിസ്ചാർജ്. ഫസ്റ്റ് എന്താണ് റുട്ടീൻ ഡിസ്ചാർജ് അല്ലെ. ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എടുക്കാനോ പൊതുവായിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് പറഞ്ഞത്. അങ്ങനെ ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ. ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, discharge process. Introduction. A discharge from hospital is the formal release of patient from a hospital after a procedure or course of treatment. എന്താണ് ഒരു പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ കോഴ്സിന്റെ നടപടിക്രമങ്ങൾ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഔദ്യോഗികമായി വിട്ടയക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ ചികിത്സ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ വിട്ടയക്കുന്ന ഔദ്യോഗികമായി ഫോർമൽ ആയിട്ട് വിട്ടയക്കുന്നതിനെയാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഡിസ്ചാർജ് ഹാപ്പൻസ് whenever a patient leave hospital on the completion of treatment. എന്താണ് പല രീതിയിൽ ഡിസ്ചാർജ് സംഭവിക്കാം അല്ലെ. എന്താണ് patient leaves hospital on the completion of treatment. ഒരു പേഷ്യന്റിന്റെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം പൂർണ്ണമായതിനു ശേഷം പേഷ്യൻസിനെ ലീവ് ചെയ്യുന്നത്, അവിടെ നിന്ന് വിട്ടയക്കുന്നത് അല്ലെങ്കിൽ അവര് പോകുന്നത്. നെക്സ്റ്റ് എന്താണ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. ആ ഒരു മെഡിക്കൽ അഡ്വൈസറുടെ ആ ഒരു ഡോക്ടറുടെ അവരെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു കൺസൾട്ടന്റിന്റെ അഡ്വൈസ് പ്രകാരമല്ലാതെ അല്ലെ എന്താണ് ഉപദേശപ്രകാരമല്ലാതെ അവര് സ്വയമായിട്ട് സൈൻ ഔട്ട് ചെയ്തു പോകുന്നത്, അവിടെ നിന്ന് പോകുന്നതാണ്. രണ്ടാമത്തത് AMA ഡിസ്ചാർജ് എന്ന് പറയും, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെങ്കിൽ DAMA ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മൾ ഇതിൽ പഠിച്ചു അല്ലെ. ഏതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചില്ലേ ദാമ എന്ന് പറഞ്ഞിട്ട്, ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ് സൈനിങ് ദാമ. ഓക്കെ, എന്താണ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മൂന്നാമത്തെ പറയുന്നത് നോക്കിയേ, ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് അവിടുത്തെ ഡോക്ടറുടെ എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റില് അല്ലെങ്കിൽ അവർ ആ കെയറിൽ നമ്മൾ തൃപ്തരല്ലെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസ് ആവശ്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടോ? മോർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ. അപ്പൊ എന്താണ് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് വേറൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ നിന്ന് നമ്മളിപ്പോ പ്രസന്റ് ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയതിന് ശേഷം മാത്രമല്ലേ
നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡിസ്ചാർജ് വാങ്ങുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? ഓൺ ഡെത്ത് അല്ലെ. ഒരു പേഷ്യന്റിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്യണ്ടേ? ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷമല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓൺ ഡെത്ത് അല്ലെ, ആ ഒരു പേഷ്യന്റിന് മരണം സംഭവിച്ചതിന് ശേഷം നമുക്ക് ഡിസ്ചാർജ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആണോ ഇത് ആ ഒരു പാരഗ്രാഫ്? നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാണ് അല്ലെ. എന്താണ്? ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് നടപടിക്രമങ്ങളുടെ ടൈപ്സ് അല്ലെ. ഏതൊക്കെയാണ് ഇപ്പൊ മിസ് പറഞ്ഞത്? റുട്ടീൻ ഡിസ്ചാർജ് അല്ലെ, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവരെ വിട്ടയക്കുന്നത്, അതാണ് റുട്ടീൻ ഡിസ്ചാർജ്. രണ്ടാമത് പറയുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, ആ ഒരു എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ. ഇതാണ് മോർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ. ചില സിറ്റുവേഷനില് പേഷ്യൻസിന് പാരലൈസ് ആയി പോവാ അല്ലെങ്കിൽ അവർക്ക് എന്താണ് അഗാധമായിട്ടുള്ള എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണം? അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് പിന്നെ ലൈഫ് ലോങ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ജീവിതാവസാനം വരെ ചിലപ്പോ അവർ ആ കിടക്കുന്ന സിറ്റുവേഷനിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ പാരലൈസ് ചെയ്യുമ്പോഴൊക്കെ അപ്പൊ എന്താണ്? നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി നമുക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ അഭയ കേന്ദ്രങ്ങൾ അല്ലേ, ഹോസ്പൈസിലേക്കൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറില്ലേ? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക പാലിയേറ്റീവ് കെയേഴ്സിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഹോസ്പൈസ് അഭയ കേന്ദ്രങ്ങളിലേക്കൊക്കെ അവർക്ക് വേണ്ട ആ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു പാലിയേറ്റീവ് കെയേഴ്സിലേക്ക്. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ്? ഡിസ്ചാർജ് വാങ്ങുന്നത്. അപ്പൊ ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് ഓർന്നുണ്ട് കേട്ടോ, ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ വിട്ടുപോയിട്ടുണ്ട്, അത് ഓർന്ന് ചേർക്കാം. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഏതൊക്കെ ടൈപ്സ് ഡിസ്ചാർജ് പ്രൊസീജിയർ ഓറുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, മിസ്സിന്റെ പ്രിന്റിൽ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ഒരു ടൈപ്സ് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? routine discharge അല്ലെ. A planned discharge on the advice doctor. എന്താണ് routine discharge എന്ന് പറയുന്നത്? എന്താണ്? ആ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പ്ലാൻ ചെയ്തിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. routine discharge is referred to as the process of a patient being discharged from a hospital or healthcare facility after getting medical treatment or care. എന്താണ്? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ, ആരോഗ്യ ചികിത്സ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആരോഗ്യ പരിചരണം കംപ്ലീറ്റ് ആയതിനു ശേഷം അവർക്ക് ലഭിച്ചതിന് ശേഷം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിനെ വിട്ടയക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് routine discharge എന്ന് പറയുന്നത്. The healthcare team will then provide the patient with information about their condition. ആ ഒരു വിട്ടയക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിനോട് പറയാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു നോർമൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് നേഴ്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്? നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. പിന്നെ ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലെ, മെഡിക്കേഷൻസ്. ഇനി നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഭക്ഷണക്രമങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കണം അല്ലെ. പിന്നെ എന്താണ്? ഫോളോ അപ്പ് കെയർസ് പറഞ്ഞു തരുന്നുണ്ടാവും അല്ലേ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് വരണം അല്ലെ. വരുമ്പോൾ ഇന്ന ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണം വരാൻ അല്ലെ.
അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമല്ലേ അവര് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ദ ഹെൽത്ത് കെയർ ടീം വിൽ ദെൻ പ്രൊവൈഡ് ദ പേഷ്യന്റ് വിൽ ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ കണ്ടീഷൻ. അവരുടെ ആ ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, പിന്നെ എന്താണ് മെഡിക്കേഷൻസ്, അവർക്ക് ഏതൊക്കെ മരുന്നുകൾ അവർ കഴിക്കണം, പിന്നെ അവർ ഫോളോ അപ്പ് എന്ന് വരണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം, അവരുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ ചിലപ്പോ എന്താണ് ഡയറ്റ് കൺട്രോൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് എക്സസൈസുകൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെൽത്ത് കെയർ ടീം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് AMA ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് ഇൻഡിക്കേറ്റ്സ് against മെഡിക്കൽ അഡ്വൈസ് ഡിസ്ചാർജ്. AMA ഡിസ്ചാർജ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് അല്ലെ. ഒരു മെഡിക്കൽ അഡ്വൈസ് ഉപദേശപ്രകാരം അല്ലാതെ എഗെയിൻസ്റ്റ് അതിനെതിരായിട്ട് ഡിസ്ചാർജ് വാങ്ങുന്നത്. which occurs when a patient takes decision to leave a hospital or health care facility before their treatment is complete against the advice of their health care provider. അല്ലെ, എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അല്ലെ. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ. ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പേഷ്യന്റ് ഡിസിഷൻ എടുക്കാണ് അല്ലെ, തീരുമാനം എടുക്കാണ് അല്ലെ, ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരണം അല്ലെ, ഞങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ എന്താണ് ഡെത്ത് കേസ് വേറെ ഡിസ്ചാർജ് ആണ്, ഇതിൽ വരുന്നില്ല കേട്ടോ. AMA ഡിസ്ചാർജിൽ വരുന്നില്ല, വേറെ ഡിസ്ചാർജ്. മിസ് ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ടൈപ്സ് ഓഫ് ഡിസ്ചാർജിന് പറയുന്നല്ലോ. ഓർ ഓൺ ഡെത്ത്, ഒരു പേഷ്യന്റിന്റെ മരണം സംഭവിക്കുമ്പോഴും അവർ ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെ. അതിനൊരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, അതിനുശേഷമാണ് അല്ലെ നമുക്ക് ബോഡി വിട്ടു തരുന്നത്. ആ ഒരു ഡിസ്ചാർജിന്റെ പ്രൊസീജിയർ അല്ലെ, ഒരു പേഷ്യന്റിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഇല്ലേ, അതിനുശേഷം മാത്രമാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്തും ചെയ്യുന്നുണ്ട് ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പേഷ്യന്റ് ഡിസിഷൻ എടുക്കുകയാണ് അല്ലെ. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ആ ഒരു ഡോക്ടറിന്റെ ഉപദേശപ്രകാരമല്ലാതെ അതിനെതിരായിട്ട് സ്വന്തം ഡിസിഷൻ എടുക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്ത് പോകണം അല്ലെ, സൈനിങ് ഔട്ട് ചെയ്ത് പോകണം എന്ന് തീരുമാനമെടുക്കുന്നതിനെയാണ് ഇല്ല ഓറോൺ അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറയുന്നത് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. AMA ഡിസ്ചാർജ് മേ occur for a variety of reasons. നമ്മ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, മിസ് പറഞ്ഞു അല്ലെ, എന്താണ് AMA ഡിസ്ചാർജ് പല കാര്യം കൊണ്ട് സംഭവിക്കാം അല്ലെ. ആ ഒരു തീരുമാനം ആ ഒരു പേഷ്യന്റ് എടുക്കാൻ പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇല്ലേ, ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നതൊക്കെ including a desire to leave the hospital early അല്ലെ. എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ അവർക്ക് പോകുന്നതിനുള്ള ഒരു ആഗ്രഹത്തിന്റെ മേലെ. അത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്? ചിലപ്പോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെ. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലില് അത് പോയി കഴിഞ്ഞാല് സാധാരണ ജനങ്ങൾക്ക് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഒക്കെ താങ്ങോ? ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യും, ഒരു 2 എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെ. ഡെത്ത് ഡിസ്ചാർജിന് അങ്ങനെ ഓർ ഓൺ ഡെത്ത്, മരണം സംഭവിക്കുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്ന അതിന് വേറെ പേരില്ല കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ അല്ലെ, എന്താണ് ആ ഒരു അവർക്ക് എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുക, അവർക്ക് നേരത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമല്ലോ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോകാനുള്ള ആ ഒരു പേഷ്യന്റിന്റെ ആഗ്രഹ പ്രകാരം, ഡിസയർ പ്രകാരം, അതാണ് ഫസ്റ്റത്തെ റീസൺ പറയുന്നത് കേട്ടോ. രണ്ടാമത്തേത് പറയുന്നത് എന്താ, ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെ.
എന്താണ് ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനിൽ അവർക്കൊരു ഡിസ്അഗ്രിമെന്റ് തോന്നാം, വിയോജിപ്പ് തോന്നാം അല്ലെ. ആ ഒരു സിറ്റുവേഷനിലും എന്താണ് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് പോരാ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എങ്കിലും നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് വാങ്ങാറുണ്ടോ, ഡിസ്ചാർജ് വാങ്ങാറുണ്ടോ ഇല്ലേ? അപ്പൊ എന്താണ് ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെ. അവർക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പേഷ്യന്റിന് ശുപാർശ ചെയ്തിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റില് എന്താണ് ആ ഒരു പേഷ്യന്റിന് ഒരു വിയോജിപ്പ് തോന്നുന്ന സിറ്റുവേഷനില്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓർ ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റിയിൽ അല്ലെ, ഗുണനിലവാരത്തിൽ നമുക്ക് പോരായ്മ തോന്നിയാല്, ന്യൂനത തോന്നിയാലും നമ്മൾ ഡിസ്ചാർജ് വാങ്ങാറില്ലേ ഇല്ലേ? വാങ്ങാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പല കാര്യം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് AMA ഡിസ്ചാർജ് സംഭവിക്കാം. ഒന്നാമത്തെ പറയുന്നത് എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ പോരാനുള്ള ആ ഒരു പേഷ്യന്റിന്റെ ആഗ്രഹപ്രകാരം ആ ഒരു ആഗ്രഹത്തിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പെടുന്നുണ്ട്, ഫാമിലി പ്രഷർ പ്രോബ്ലംസ് പെടുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ആ ഒരു പേഷ്യന്റിന് പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാനിൽ അല്ലെ, അവർക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനില് പേഷ്യന്റിന് ഡിസ്അഗ്രിമെന്റ് തോന്നാം, വിയോജിപ്പ് തോന്നുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ് അവർക്ക് നൽകുന്ന കെയറില് പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അവർക്ക് ന്യൂനത അനുഭവപ്പെടുമ്പോഴും അവരെന്താണ് AMA ഡിസ്ചാർജ് വാങ്ങുന്നുണ്ട്. ഓക്കെ ആണോ? സംതൃപ്തി ഇല്ലായ്മ വരുമ്പോൾ ഒക്കെയാണോ എല്ലാവർക്കും? ക്വാളിറ്റി ഗുണനിലവാരത്തിലാവാം. നെക്സ്റ്റ് പറയുന്നത് നമ്മ ഈ ഒരു AMA ഡിസ്ചാർജ് വാങ്ങുന്ന സമയത്ത് നമ്മ എന്ത് ചെയ്യണം, ആ ഒരു ഹോസ്പിറ്റലില് ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. അതെന്താ, എന്തുകൊണ്ടാണ്? നമ്മ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലെ ഡിസ്ചാർജ് വാങ്ങാൻ പോകുന്നത് അല്ലെ. ഒന്നില്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ഫാമിലീസിന്റെ അല്ലെ റിലേറ്റീവ്സിന്റെ നിർദ്ദേശപ്രകാരം AMA ഡിസ്ചാർജ് വാങ്ങുന്നത് ആണോ? അപ്പൊ ആ ഒരു ഓൺ റിസ്കിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ, ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലെ. അവർക്കും കൂടി പഴി കേൾക്കേണ്ടി വരും അല്ലെ, ഹോസ്പിറ്റലിനും കൂടി പഴി കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ AMA ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യന്റിനെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനെ കൊണ്ട് ഒരു ഫോം സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫോമിന്റെ ഒരു ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്. AMA form contains I am leaving the hospital ward against the medical advice. എന്താണ് ഞാൻ ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ അതിനെതിരായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാണ് അല്ലെ. ഡോക്ടർ explained to me about my disease condition and ill effect of discharge medical advice. അല്ലെ, എന്താണ് ഡോക്ടർ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഈ ഒരു മെഡിക്കൽ അഡ്വൈസിന് അല്ലാണ്ട് ഞാനൊരു ഇങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നത് കൊണ്ട് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും എന്റെ ഡിസീസ് കണ്ടീഷനെ കുറിച്ചും അല്ലെ എന്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ഡോക്ടർ എനിക്ക് explain ചെയ്തു തന്നിട്ടുണ്ട്. Doctor, hospital and staff will not be responsible for any ill effect that may happen after my departure. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, എനിക്ക് ഈ അസുഖം എന്നിൽ എഫക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ അവിടുത്തെ സ്റ്റാഫുകളോ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. അതില് പേഷ്യന്റ് ആണ് സൈൻ ചെയ്യുന്നത്, പേര് എഴുതുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ പേര് എഴുതുക, അതല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിൽ റിലേറ്റീവ്സിന്റെ പേര് എഴുതുക, അവരുടെ റിലേഷൻ എന്താണ്, സിഗ്നേച്ചർ, ഡേറ്റ്, ടൈം, കൺസേൺഡ് ഫോം സമ്മതപത്രം പോലെ തന്നെ അത് AMA ഫോം കണ്ടെയ്ൻസ്. ഓക്കെ അല്ലേ? പല രീതിയിലുള്ള കൺസേൺ ഫോമുകൾ ഉണ്ട് അല്ലെ നമുക്ക് ഹോസ്പിറ്റലിലെ. നമുക്ക് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ കൺസേൺ ഫോമുകൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺ ഫോമുകൾ സൈൻ ചെയ്ത് കൊടുക്കുന്നില്ലേ സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെ.
സർജറിയുടെ സമയത്ത് അല്ലെ. അപ്പൊ പല രീതിയിലുള്ള കൺസേൺ ഫോമുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് അല്ലെ, സൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ AMA ഡിസ്ചാർജിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന ഫോമാണ് കൺസേൺ ഫോമാണ് താഴെ മിസ് പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. സിമ്പിൾ അല്ലേ ഇത്? നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ. നമ്മൾ എന്താണ് ഒരു പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ either as a referral or as by patient request, transfer to another healthcare facility refer to the process of moving a patient from one hospital or healthcare facility to another, usually for the purpose of getting specialized medical care or services that are not available at the present facility. എന്താണ് നമ്മൾ ചിലപ്പോ എന്താണ് റെഫറൽ കൊടുക്കുക വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് റെഫറൽ കൊടുക്കുന്നത് ചിലപ്പോ ആ ഒരു പേഷ്യന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ കൊടുക്കാലോ. ഇപ്പൊ എനിക്ക് തോന്നാണ് എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് പോരാ, ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി എന്താണ് ഓവർകം ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാല് നമുക്ക് ചോദിക്കാറില്ലേ എനിക്ക് ഇന്ന ഹോസ്പിറ്റലിലേക്ക് റെഫറൽ തരാമോ, അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ചല്ലേ. അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം അതല്ലെങ്കിൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ മാറ്റമില്ലേ അല്ലെ, അതല്ലെങ്കിൽ ബൈ പേഷ്യന്റ്, അതല്ലെങ്കിൽ ആ ഡോക്ടർ തന്നെ പറയാറുണ്ട് അല്ലെ നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറില്ലേ, റെഫറൽ ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ സർവീസിന് വേണ്ടിയിട്ടോ ഇപ്പൊ അവർക്ക് പ്രസന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഹോസ്പിറ്റലില് അങ്ങനെയുള്ള സ്പെഷ്യൽ മെഡിക്കൽ കെയർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കൺസൾട്ടന്റ് തന്നെ അവരെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. ഓക്കെയാണോ? ഇപ്പൊ സജ്ജീകരണങ്ങൾ ഇല്ലെങ്കിൽ അല്ലെ ഇപ്പൊ എന്താണ് ഈ ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഇപ്പൊ മിക്ക ചെറിയ ചെറിയ ഹോസ്പിറ്റലില് ആൻജിയോപ്ലാസ്റ്റ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ചെറിയ ഹോസ്പിറ്റൽ ആൻജിയോപ്ലാസ്റ്റ് ആൻജിയോഗ്രാം അല്ലെ ഉണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടോ? ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ മിസ് പറഞ്ഞത്. ഇല്ല അല്ലെ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യും അവരെന്ത് ചെയ്യും NICU അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്യല്ലേ. അപ്പൊ ആ ഒരു റെഫറല് പല രീതിയിലുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ ആ ഒരു സജ്ജീകരണങ്ങള് ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്പെഷ്യലൈസ്ഡ് കെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അവരെ നോക്കുന്ന കൺസൾട്ടന്റ് അവരെ റെഫർ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു ഡോക്ടറിന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫറൽ കൊടുക്കാം. ഓക്കെ അല്ലേ ആ ഒരു സെന്റൻസ്? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, the transfer may be arranged by the healthcare provider or hospital where the patient is presently receiving care, or it may be requested by the patient or their family due to the valid reason. എന്താണ് ഈ ഒരു ട്രാൻസ്ഫർ അറേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറോ അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ആയിരിക്കും. അവർ പ്രസന്റ് എന്താണ് പരിചരണം അല്ലെ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡറോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലായിരിക്കും ഇവർക്ക് ട്രാൻസ്ഫറിന് വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു or it may be requested by the patient or their family due to valid reason അല്ലെ. ഈ ട്രാൻസ്ഫർ എന്താണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ കൊണ്ട് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റോ പറയാലോ ട്രാൻസ്ഫർ നേരത്തെ പറഞ്ഞതന്നെ ഒന്നുകൂടി പറഞ്ഞേക്കുന്നു അല്ലെ. ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പറ്റിയിട്ടാണ് ചിലപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പെട്ടെന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മ എന്താണ് സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലോ ഉണ്ടാവാലോ. അപ്പൊ എന്ത് ചെയ്യും പേഷ്യന്റ് അവർക്ക് ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒരു സ്ഥിരം കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് റെഫർ വാങ്ങില്ലേ. അവർക്ക് അവിടെയാണ് ബെറ്റർ അല്ലേ.
അപ്പൊ എന്താണ് ഒരു പേഷ്യന്റ് അവരെന്താണ് അവരെ ഫാമിലിയോ വാലിഡ് ആയിട്ടുള്ള അല്ലെ ഒരു റീസൺ ഒരു കാരണം കൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ വാങ്ങാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എ ഫിസിഷ്യൻ റെഫറൽ ഫോം ഈസ് യൂസ്ഡ് ടു ദിയർ പേഷ്യൻസ് ടു എ സ്പെഷ്യലിസ്റ്റ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വൈൽ ട്രാൻസ്ഫറിംഗ് ടു അനദർ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ആണോ പോകുന്നത്? ആ ഒരു പേഷ്യന്റിനെ വെറുതെ കൊണ്ടുപോകണോ? നമുക്ക് ആംബുലൻസ് സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നോ? അത് നമ്മൾ ആ ഒരു ആംബുലൻസിൽ കയറ്റി വിടുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഇവിടെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യൻ ആ പേഷ്യന്റ് റെഫറൽ തന്ന് വിടുന്നുണ്ട് അല്ലെ. ആ ഒരു ഫിസിഷ്യൻ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് അല്ലെ അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു റെഫറൽ ഫോം ഈ ഒരു പേഷ്യന്റിന്റെ കൂടെ തന്നു വിടുന്നുണ്ട് അല്ലെ കൊടുത്തു വിടുന്നുണ്ട്. ഓക്കെ ആണോ? ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി അല്ല കേട്ടോ, ഡിസ്ചാർജ് സമ്മറി ഡിസ്ചാർജ് സമ്മറി നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതും കൂടി പെടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ കണ്ടീഷൻ അല്ലെ അവർക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഇതൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ഒരു റെഫറൽ ഫോം ആ ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഒപ്പം കൊടുത്തുവിടുന്നുണ്ട്. ഓക്കെ അല്ലേ? അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ചില ഹോസ്പിറ്റലിലൊക്കെ എന്താണ് ഡോക്ടർ തന്നെ അല്ലെ അവര് റെഫർ ചെയ്യുന്ന ഡോക്ടറെ വിളിച്ച് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാറില്ലേ? ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് അല്ലെ ആ ഡോക്ടറെ നേരിട്ട് വിളിച്ച് ഇൻഫോർമേഷൻ പാസ് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ അല്ലെ എന്താണ് പേഷ്യന്റിനെ ഹോസ്പൈസ് അഭയ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് കെയർസിലേക്കോ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കാം അല്ലെ. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ മീൻസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എ പേഷ്യന്റ് ഫ്രം എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി to a specialized program or facility that provides end of life care for patients with a serious or terminal ഇഷ്യൂസ്. എന്താണ് ആ ഒരു പേഷ്യന്റിന് വന്നിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള അസുഖം അല്ലെ ഇൽനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് എൻഡ് ഓഫ് ലൈഫ് വരെ ജീവിതാവസാനം വരെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആവശ്യമായി വരുന്ന സിറ്റുവേഷനിൽ ആ ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസിന് എന്താണ് പിന്നെ അവർക്ക് ജീവിതാവസാനം ഒന്നുകൂടെ പറയാം മിസ് പറയും എന്താണ് ജീവിതാവസാനം വരെ അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുത്തോണ്ടിരിക്കണം അല്ലെ. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാല് ചില സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു നേഴ്സ് നോക്കുന്ന അത്രയും കെയേഴ്സില ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവരെ പാരലൈസ് ചെയ്യുമ്പോഴൊക്കെ അവരെ നല്ലോണം ശ്രദ്ധിക്കണം അല്ലെ. പാരലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ബോഡിയൊക്കെ ചിലപ്പോ എന്താണ് കുറച്ച് ദിവസം അല്ലെ ഇപ്പൊ നമ്മൾ തന്നെ കോമ പേഷ്യൻസ് ഓക്കെ അങ്ങനെയല്ല സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെർമിനൽ ഇൽനെസ് അതിതീവ്രമായിട്ടുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസിനെ ഓക്കെ അല്ലേ. അപ്പൊ അവർക്ക് എന്താണ് ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് വേണം ജീവിതാവസാനം വരെ ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഒരു മാസം വരെ നമുക്ക് ഹോസ്പിറ്റലിൽ നടത്തി ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അല്ലെ. അവിടുത്തെ ബില്ലുകൾ പേയ്മെന്റ് ഒക്കെ നടത്തി അതിൽ കൂടുതലായാലും നമുക്ക് താങ്ങും. അത് ഒരു 2 മാസം ഒരു 3 മാസം ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നട്ടലിന് ക്ഷതമേക്കാം. നമുക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച് നട്ടലിനൊക്കെ ക്ഷതമേറ്റി കഴിഞ്ഞാല് നമുക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ ഹോസ്പിറ്റലിൽ കിടത്തി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കുമോ? ക്യാഷ് ഉള്ളവര് ചെയ്യും. നമ്മളെ കൊണ്ട് എല്ലാവരും കൊണ്ട് സാധിക്കുമോ? എല്ലാവരെ കൊണ്ടും സാധിക്കുമോ?
ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ അവർക്ക് ലൈഫ് ലോങ് ആയിട്ട് ജീവിതാവസാനം വരെ അല്ലെങ്കിൽ കുറച്ചു നാൾ അവർക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന സിറ്റുവേഷനിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് things you can implement right away to remove the obstacles in your discharge process and improve revenue. അല്ലെ, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടാറുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ട് ഒരു ഹോസ്പിറ്റലില് ഡിസ്ചാർജ് രാവിലെ ഡിസ്ചാർജ് ചെയ്താലും ഡോക്ടർ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നാലും നമ്മൾ പോകുന്നത് എപ്പോഴായിരിക്കും അവിടെ നിന്ന് ആ ഒരു ഹോസ്പിറ്റൽ വൈകിട്ട് ഈവനിങ് ഒക്കെ കഴിയില്ലേ അല്ലെ, ഈവനിങ് ഒക്കെ ആവില്ലേ? അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ അല്ലെ ഈവനിങ് കഴിയും അല്ലേ, അന്നത്തെ ഫുൾ ചാർജ് ഒക്കെ എടുത്തിട്ടൊക്കെ വിടുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഒരു 6 മണി ഒക്കെ ആവുന്ന 6 മണി 7 മണിയൊക്കെ ആവുമ്പോഴായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഇൻഷുറൻസ് ആണെങ്കിൽ സാധാരണ പേയ്മെന്റിലും കൂടുതൽ ടൈം എടുക്കും അല്ലെ. ഇൻഷുറൻസ് ആണെങ്കിൽ സാധാരണ പേയ്മെന്റിലും കൂടുതൽ എടുക്കില്ലേ അവർ ആ പ്രൊസീജിയർ ഒക്കെ കഴിയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഓബ്സ്റ്റക്കിൾസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നടപ്പിലാക്കാൻ സാധിക്കും, അതുവഴി അവർക്ക് എങ്ങനെ എന്താണ് അവരുടെ റവന്യൂ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? എഫിഷ്യന്റ് ബില്ലിംഗ് സിസ്റ്റം അല്ലെ, ശരിയായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം വേണം അല്ലെ ഹോസ്പിറ്റലില് അല്ലേ. ഒരു ടൈം ലാഗും കൂടാതെ അല്ലെ, ഒരു ടൈം ലാഗും കൂടാതെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ അല്ലെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കൂടാതെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ചാർട്ട് ആൻഡ് മെഡിക്കൽ റെക്കോർഡുകൾ. പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളും ചാർട്ടുകളും എങ്ങനെയായിരിക്കണം? ഇലക്ട്രോണിക് ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുപോകാനുള്ള സമയമൊക്കെ എടുക്കും. ഇപ്പൊ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലോറിൽ നിന്ന് പേഷ്യന്റിന്റെ വിവരങ്ങൾ താഴെ കൗണ്ടറിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകണോ? വേണ്ട അല്ലേ. അതുപോലെ എന്താണ് ഇപ്പൊ ഫാർമസിയിലെ വിവരങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സമയം അനുവദിക്കണം. സമയം വേണോ? ചെലവാക്കണോ? വേണ്ട അല്ലെ. അതൊക്കെ അവർക്ക് എന്താണ് ഇലക്ട്രോണിക്കലി അല്ലെ. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് അതൊക്കെ നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യന്റ് പോർട്ടൽ വഴി ലഭിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് ടൈമൊക്കെ കുറയ്ക്കാനായി സാധിക്കുന്നു. പിന്നെന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. ആ ഒരു അഡ്മിഷന്റെ സമയത്ത് തന്നെ എന്താണ് ഡിസ്ചാർജിനെ കുറിച്ചുള്ള അല്ലെ ഡിസ്ചാർജ് ആസൂത്രണം ചെയ്യാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ചോദിക്കാറില്ലേ എന്താണ് ഇൻഷുറൻസ് ആണോ പേയ്മെന്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് ആണെന്ന് പറയുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ESI അതിന് വേണ്ട പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യിക്കാറുണ്ടോ? അതിന് വേണ്ട പേപ്പർ വർക്ക്സുകൾ സ്റ്റാർട്ട് ചെയ്യിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ലാഗ് കുറച്ചുകൂടെ ഏ. അപ്പൊ എന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് ഡ്യൂറിങ് അഡ്മിഷൻ. ആ ഒരു അഡ്മിഷന്റെ സമയത്ത് തന്നെ പ്രവേശന സമയത്ത് തന്നെ ഓക്കെ എന്താണ് ഗവൺമെന്റിന്റെ ആരും എടുക്കില്ല അല്ലെ. കാരുണ്യ അതൊക്കെയാണോ? അതൊക്കെ ചില ഹോസ്പിറ്റലിൽ അവര് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ആ ഇൻഷുറൻസ് ഒക്കെ എടുക്കുള്ളൂ കേട്ടോ. അവര് പറയുന്ന ചില ഹോസ്പിറ്റലുണ്ട് അവിടെ മാത്രം എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു അഡ്മിഷന്റെ സമയത്ത് തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് പറയും ഇംപ്രൂവ്
കെയർ കോർഡിനേഷൻ. എന്താണ്? നമ്മുടെ പരിചരണ ഏകോപനം മെച്ചപ്പെടുത്തുക അല്ലെ. നമുക്ക് എന്താണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് എന്താ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പരിചരണം മാത്രം, അവിടുത്തെ ഒരു കെയർ മാത്രമാണോ നമുക്ക് ലഭിക്കുന്നത്? ആണോ? അല്ല അല്ലെ. ഹോസ്പിറ്റലിലെ അതർ ഡിപ്പാർട്ട്മെന്റുകളിലെ സർവീസുകൾ, സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലേ? ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? കെയർ കോർഡിനേഷൻ, പരിചരണത്തിലുള്ള ഏകോപനം ഇംപ്രൂവ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക അല്ലെ. പിന്നെ അത് അപ്പൊ എന്താണ്, ആ ഒരു കോർഡിനേഷൻ മാത്രമാണോ? ആ ഒരു സർവീസുകൾക്ക് അവര് പർട്ടിക്കുലർ റേറ്റ് നമ്മൾ ഈടാക്കുന്നുണ്ടോ? പേയ്മെന്റ് നടത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു എന്താണ്, നമുക്ക് കെയർ തരുന്ന ആ ഒരു ഫീസും കൂടി അവരെന്ത് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെ. പെട്ടെന്ന് തന്നെ അതൊക്കെ അപ് ടു ഡേറ്റ് ചെയ്താലോ നമുക്ക് പിന്നെ അത് നോക്കണോ? ആ ഒരു കെയർ കോർഡിനേഷന്റെ സമയത്ത് തന്നെ, നമുക്ക് പരിചരണം തരുന്ന സമയത്ത് തന്നെ അതിന്റെ ഫീസും കാര്യങ്ങളും അവർ അപ് ടു ഡേറ്റ് ചെയ്യുകയാണെങ്കിലോ പിന്നെ നമ്മൾ അത് നോക്കാൻ നിൽക്കണോ? നഴ്സിംഗ് കെയർ ഫീസ് വേണ്ട അല്ലെ. അപ്പൊ ആ ഒരു കെയർ കോർഡിനേഷന്റെ ഫീസ്, ആ ഒരു കെയർ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ബെഡ് മാനേജ്മെന്റ്, ബെറ്റർ ബെഡ് മാനേജ്മെന്റ്, ശരിയായ രീതിയിലുള്ള ഒരു ബെഡ് മാനേജ്മെന്റ് അല്ലെ. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് എന്താണ്, ബെഡിന്റെ അവൈലബിലിറ്റി ഉണ്ടോ അല്ലെ, അതൊക്കെ നോക്കണ്ടേ? അഡ്മിറ്റ് ആക്കുന്ന സമയത്ത്. അപ്പൊ ബെറ്റർ ബെഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എൻഷുർ ഡിസ്ചാർജ് മെഡിക്കേഷൻ റീച്ചസ് ദ വാർഡ് ആസ് സൂൺ ആസ് അല്ലെ. എസ്ആപ്പ് എന്ന് പറഞ്ഞാല് ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യണം? നമുക്ക് വാർഡിലേക്ക് അല്ലെ, ആ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്ടർ പറയാ ആസ് സൂൺ ആസ് പോസിബിൾ. എസ്ആപ്പ് എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും വേഗം അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഒരു 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മരുന്നുകൾ മാറ്റി എഴുതാറുണ്ടോ ഡോക്ടർ? നമ്മുടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്തുള്ള മരുന്നുകളായിരിക്കും അല്ലെ. ഇല്ല, എന്ത് ചെയ്യും? മരുന്നുകൾ മാറ്റി എഴുതും അല്ലെ. ചിലപ്പോ അതിന്റെ ഡോസ് കുറയ്ക്കും അല്ലെ, ഡോസ് കുറയ്ക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്നായിരിക്കും, അതിലും ഡോസ് കുറഞ്ഞ വേറെ ഏതെങ്കിലും മരുന്നുകളായിരിക്കും നമുക്ക് എഴുതി തരുന്നത് അല്ലെ. ആന്റിബയോട്ടിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? 5 ദിവസം, ഒരു 3 ദിവസം ഒക്കെയാണ് അല്ലെ അതിന്റെ കോഴ്സ്. അപ്പൊ എന്താണ്, വീണ്ടും അത് എഴുതാറില്ല അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് മെഡിക്കേഷൻ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, ആ ഒരു ഡിസ്ചാർജ് മെഡിക്കേഷൻ, ആ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് സമയത്ത് കൊടുക്കുന്ന മരുന്നുകൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ വാർഡുകളിലേക്ക്, അല്ലെങ്കിൽ ഒന്നിലെ വാർഡില് അല്ലെങ്കിൽ അവരുടെ റൂംസിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ ആണോ? ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകൾ എത്രയും വേഗത്തില് അവർക്ക് വാർഡിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് അവർ അഡ്മിറ്റ് റൂമിലാണെങ്കിൽ ആ ഒരു റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് പോളിസി ആൻഡ് പ്രൊസീജിയർ ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജിന്റെ സമയത്തുള്ള നയങ്ങളും പിന്നെ എന്താണ് പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു ഡിസ്ചാർജ് കൊണ്ടുള്ള പർപ്പസ് എന്താണ്? ഉദ്ദേശം എന്താണ്? to provide purpose guideline കൊടുക്കുക അല്ലെ. to provide guideline for the discharge of inpatient from hospital അല്ലെ. എന്താണ് ആ ഒരു ഇൻപേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലില് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെ. ആ ഒരു അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനെ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വേണ്ട അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെ. ആണോ? ഡയറ്റ് കൺട്രോൾ എന്താണ് അല്ലെ, അവരുടെ എന്താണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുത്തേണ്ടത്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിസ്ചാർജ് കൊണ്ടുള്ള പർപ്പസ്. നെക്സ്റ്റ് പറയുന്നത് പോളിസി അല്ലെ, നയങ്ങൾ എന്തൊക്കെയാണ് നോക്കി. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ ഡിസ്ചാർജ്ഡ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി allowing the
മോസ്റ്റ് ഫേവറബിൾ റിസോഴ്സസ്. എന്താണ് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയുന്നത്? അവിടെ ഉള്ള അലൗവിങ് ദ മോസ്റ്റ് ഫേവറബിൾ റിസോഴ്സസ്, ആ ഒരു ഹോസ്പിറ്റലിലുള്ള റിസോഴ്സുകൾ, ഫേവറബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് എങ്ങനെ നടത്തണം? എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും ആ ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ അല്ലെ, ഒരു കറക്റ്റ് ടൈമിങ്ങിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവരെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ അല്ലെ. ചില സിറ്റുവേഷനിൽ പേഷ്യൻസിനെ എന്താണ് ആംബുലൻസ് സർവീസ് ഇപ്പൊ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നൊക്കെ നമ്മ പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആംബുലൻസ് സർവീസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, ഉണ്ടോ? ഉണ്ട്. പിന്നെ എന്താണ്? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഡിസ്ചാർജ് സമ്മറി കൊടുക്കണം അല്ലെ. പല കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് വിട്ടയക്കുന്നത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയക്കുന്നത് മാത്രമല്ല അല്ലെ, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണോ അവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് all authorized hospital discharge. പർപ്പസ് എന്ന് പറയുന്നത്, പർപ്പസിന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻപേഷ്യന്റ് അല്ലെ വിട്ടയക്കുന്നത് ആരെയാണ്? ഡിസ്ചാർജ് ചെയ്യുന്നത് ആരെയാണ്? ഔട്ട് പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യണോ? ഉദ്ദേശം ഔട്ട് പേഷ്യന്റിന് വേണ്ട അല്ലെ, ഇൻപേഷ്യന്റിനെയാണ്. അപ്പൊ ആ ഒരു അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റ്, ഇൻപേഷ്യന്റ് അല്ലേ, ആ ഒരു ഇൻപേഷ്യന്റിന് വേണ്ട ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ കൊണ്ടുള്ള പർപ്പസ്, ഉദ്ദേശം. നമ്മൾ വെറുതെ അവിടെ നിന്ന് പറഞ്ഞയച്ചാല് ഫോർമൽ അല്ലാണ്ട് ഹെൽത്തിനെസിനെ പറ്റി അവരുടെ എന്താണ് ഡയറ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഡയറ്റ് കൺട്രോൾ, മെഡിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ എന്തൊക്കെ മരുന്നുകൾ കഴിക്കുക, അവയർനെസ് കൊടുക്കുക, അവർക്ക് ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വെറുതെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞേക്കാം ഇതിന്റെ സമയത്ത് നിങ്ങൾ ബില്ല് പേയ്മെന്റ് നടത്തി പൊക്കോ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ശരിയായ രീതിയിൽ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ്സ് നടത്തിയാൽ മാത്രമല്ലേ അവർക്ക് ഒരു ഗൈഡ് ലൈൻ ലഭിക്കുള്ളൂ, മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുള്ളൂ. അവർ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലെ, അവരെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലേ. അപ്പൊ ആ ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഡിസ്ചാർജ് പ്രൊസീജിയർ കൊണ്ടുള്ള പർപ്പസ്. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ നോക്കിയേ, ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഷാൽ ഓൺലി ബി മെയ്ഡ് ബൈ എൻ ഓർഡർ ഫ്രം ദ പ്രൈമറി കൺസൾട്ടന്റ് അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതൊരു ഹോസ്പിറ്റലിലും ഡിസ്ചാർജ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത്? അവരുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലേ. ആ ഒരു ഫിസിഷ്യന്റെ അല്ലെങ്കിൽ അവര് ഏത് കൺസൾട്ടന്റിനെയാണോ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കൺസൾട്ടന്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില് അവരെ പ്രൈമറി കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഡിസ്ചാർജ് നടക്കുന്നത്. ഹവർ എ പേഷ്യന്റ് മേ ഡിസ്ചാർജ് ഹിംസെൽഫ് ഫോർ അഗൈൻ ഓർ herself against medical advice അല്ലെ. പിന്നെ എന്താ പറയുന്നത് നോക്കിയേ, ചില നമ്മ പറഞ്ഞു AMA ഡിസ്ചാർജ് അല്ലെ, എഗെയിൻസ്റ്റ് മെഡിക്കൽ ഡിസ്ചാർജ്. അത് ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഈ ഒരു AMA ഡിസ്ചാർജ് അല്ലെ, അങ്ങനെയുള്ള ഡിസ്ചാർജിൽ എന്താണ്, ഒരു രോഗി വൈദ്യ പരിശോധനത്തിൽ നമ്മുടെ മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് സ്വയം ഡിസ്ചാർജ് വാങ്ങി പോകുകയും ചെയ്യുന്നു പേഷ്യന്റ് ഓർ റിലേറ്റീവ്സ്. ഓക്കെ, ക്ലിയർ ആണോ? അത് ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില് ഒരു പ്രൈമറി കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചില സിറ്റുവേഷനിൽ ആ ഒരു പേഷ്യന്റിനെ എന്താണ് സ്വയം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നു. നെക്സ്റ്റ് പറയുന്നത് ദ കൺസൾട്ടന്റ് ഓർ ഹിസ് ഡിസൈൻ ഡെസിഗ്നി
shall document discharge instruction in the patient medical record at the time of anticipated discharge. അല്ലെ എന്താണ് കൺസൾട്ടന്റ്, അതല്ലെങ്കിൽ അതിന് ആ ഒരു കൺസൾട്ട് നമ്മിപ്പോ ഏതെങ്കിലും ഡോക്ടറെ കാണുന്ന ആ ഒരു കൺസൾട്ടന്റോ അല്ലെങ്കിൽ ആ കൺസൾട്ടന്റ് നിർദ്ദേശിക്കുന്ന ആളോ അല്ലെ ഓർ ഹിസ് ഡെസിഗ്നി, അതായത് ആ ഒരു കൺസൾട്ടന്റ് നിർദ്ദേശിക്കുന്ന ആളോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് നിർദ്ദേശങ്ങൾ എഴുതി ചേർക്കുന്നു അല്ലെ, രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അതിൽ നോക്കിയാണ് അല്ലെ നമുക്ക് നേഴ്സ് ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത് അല്ലെ. ഡോക്ടർ തന്നെയാണോ നമുക്ക് ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത്? ആണോ? അല്ല അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യന്റിനെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം വേണ്ട എന്താണ് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർ സൈൻ ചെയ്യുള്ളൂ അല്ലെ. ആ നേഴ്സാണ് അല്ലെ നമുക്ക് ആ ഒരു ഡിസ്ചാർജ് സമ്മറി എഴുതി തരുന്നത്. ആ ഒരു ഡിസ്ചാർജിന്റെ നിർദ്ദേശങ്ങൾ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ അല്ലേ? ഏതൊക്കെ മരുന്നുകൾ കണ്ട് കഴിക്കണം, ആ പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി ഷാൽ ബി പ്രിപ്പയർഡ് ആൻഡ് ഓൾ ദി പേഷ്യൻസ് ആർ പ്രൊവൈഡഡ് വിത്ത്. ഡോക്ടർ മെഡിസിൻ എഴുതും, പിന്നെ ഹെൽത്ത് കണ്ടീഷൻ എഴുതും കേട്ടോ. റെക്കോർഡില് ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒക്കെ ഡോക്ടർ എഴുതി ചേർക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ആര് എഴുതുന്നതാണ്, നമ്മുടെ നേഴ്സ് നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയുടെ ആ ഒരു ലീഫ്ലെറ്റിൽ അല്ലെ നേഴ്സ് എഴുതി ചേർക്കും കേട്ടോ. A discharge summary shall be prepared and all the patients are provided with a discharge summary at the time of discharge. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരാറുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലേ? അപ്പൊ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുകയും ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് അല്ലെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി നൽകുകയും ചെയ്യുന്നു. The ward sister shall be responsible person to ensure compliance with his policy like billing, duration to finish a discharge process, etc. നമ്മളെ കുറിച്ച് നമ്മുടെ ബില്ല് ഓക്കെ ആയിട്ടുണ്ട്, ബില്ല് ചെന്ന് സെറ്റിൽ ചെയ്തോളൂ, ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആരാണ് പറഞ്ഞു തരുന്നത്? വാർഡിലെ സിസ്റ്റർ ആണ് അല്ലെ. നമ്മ ഏത് വാർഡിലാണോ റൂമിലാണോ അല്ലെ ആ ഒരു വാർഡ് സിസ്റ്റർ അല്ലേ. അപ്പൊ എന്താണ് വാർഡ് സിസ്റ്ററിന് അതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ, അത് അവർക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സൺ ആണ്. എന്തിനു വേണ്ടിയിട്ട് എൻഷുർ കംപ്ലൈൻസ് വിത്ത് ദിസ് പോളിസി ലൈക്ക് billing, duration to finish a discharge process, etc. അങ്ങനെയുള്ള കാര്യങ്ങള് സെറ്റിൽ ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വാർഡ് സിസ്റ്റർ റെസ്പോൺസിബിൾ ആണ്. പിന്നെ നമുക്ക് മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഡിസ്ചാർജ് മെഡിക്കേഷൻ മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരാ പറയുന്നത്? ഡിസ്ചാർജിന് സമയത്തുള്ള മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ട്, ഫാർമസിയിൽ ചെന്ന് കളക്ട് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നത് ആരാ? സിസ്റ്റർ ആണല്ലേ, വാർഡിലെ സിസ്റ്റർ അല്ലേ. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരവാദിത്വം നമ്മുടെ വാർഡ് സിസ്റ്റർക്കാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ദ ഡിസ്ചാർജ് സമ്മറി ഷാൽ കണ്ടെയ്ൻ ഓൾ പേഷ്യൻസ് ഡീറ്റെയിൽസ്. എന്താണ് ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസ് ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. ഇല്ലേ, പേഷ്യന്റിനെ കൊണ്ടുവരുന്ന സമയത്ത് അല്ലെ ആ ഒരു ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് അല്ലെ, അവർക്ക് അതിന് വേണ്ട മരുന്നുകൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെ, അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം അതിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തില്ലേ. അപ്പൊ എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്? ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് ഡെത്ത് ദ ഡിസ്ചാർജ് സമ്മറി മസ്റ്റ് ഇൻക്ലൂഡ് ദ കോസ് ഓഫ് ഡെത്ത് അല്ലെ. ആ ഒരു പേഷ്യന്റിന് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ആ ഒരു മരണം സംഭവിക്കാനുള്ള കാരണം കോസ് എന്താണെന്നും കൂടി അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും.
നെക്സ്റ്റ് പറയുന്നത് the nurse shall be responsible for completing the discharge checklist and explain the discharge summary to the patient or family. Understanding shall be recorded in document on the discharge checklist by getting signed by the patient or family. എന്താണ് ഡിസ്ചാർജ് നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ചെക്ക്ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നു അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നേഴ്സ് വന്ന ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ചെക്ക് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മുടെ നേഴ്സ് കംപ്ലീറ്റ് ആ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിനോട് ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ആ ഒരു ഡിസ്ചാർജ് എക്സ്പ്ലെയിനിങ് ദ ഡിസ്ചാർജ് സമ്മറി ടു ദ പേഷ്യന്റ് ഓർ ഫാമിലി അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ ഷാൽ ബി റെക്കോർഡഡ് ഇൻ ഡോക്യുമെന്റ് ഓൺ ദ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് ബൈ ഗെറ്റിംഗ് സൈൻഡ് ബൈ ദി പേഷ്യന്റ് ഓർ ഫാമിലി. എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് നമുക്ക് ആ ഒരു ആ ഒരു നേഴ്സ് പറഞ്ഞു തരാറില്ലേ? ഇല്ലേ? തന്നിട്ടുണ്ടോ? പറഞ്ഞു തരാറുണ്ട് അല്ലെ? ആ ഒരു ഡിസ്ചാർജ് സമ്മറിനെ കുറിച്ച് ആ ഒരു നേഴ്സ് ആ ഒരു പേഷ്യന്റിനോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലിക്കോ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ആ ഒരു പേഷ്യന്റിന്റെ ഫാമിലിയെ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടോ അത് അവര് സൈൻ ചെയ്ത് വാങ്ങുകയും ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. Patient who requests discharge against medical advice shall be explained the risk and informed consent policy. അല്ലെ? എന്താണ്? നമ്മുടെ പേഷ്യന്റ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള റിസ്കുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? വിശദീകരിക്കണ്ടേ? അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെ? അവർക്ക് എന്തൊക്കെ കാര്യത്തിൽ അവരെ എഫക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ? അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ആ ഒരു ഇൻഫോംഡ് കൺസേൺ പോളിസി അല്ലെ? നമ്മ പറഞ്ഞില്ലേ ഫസ്റ്റിന് AMA കൺസേൺ ഫോം, AMA ഫോം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? അപ്പൊ അതൊക്കെ സൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ നിങ്ങൾ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ ഫോം സൈൻ ചെയ്ത് തരണം എന്നൊക്കെ പറയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ AMA പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുന്നു. നെക്സ്റ്റ് മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് മിസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.